തലേന്ന് രാത്രി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രഭാതങ്ങൾ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല മിക്കപ്പോഴും രാവിലെ സംഭവിക്കുന്നത്. എങ്കിലും ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കാനായിട്ട് ഏറ്റവും സ്ലോ ആയിട്ട് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. എനിക്കറിയാം ഈ തിയറി എല്ലാവർക്കും എല്ലായ്പ്പോഴും വർക്കൗട്ട് ആയിക്കൊള്ളണം എന്നില്ല. പ്രത്യേകിച്ച് രാവിലെ തിരക്കിട്ട് ഓഫീസിലേക്ക് ഓടുന്ന ആളുകൾക്കും അതേപോലെ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്കും ഇത് വർക്കൗട്ട് ആവണം എന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന ഒരു ദിവസമുണ്ട്, എവറി സൺഡേ. അബി ഇന്ന് രാവിലെ 5:30 പോകുന്ന ഇന്നലെ രാത്രിയിലെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇന്ന് ഞങ്ങൾ നടക്കാൻ പോവില്ല എന്നുള്ളത്. പോരാത്തതിന് ഇന്നൊരു സൺഡേ. പിന്നെ പതിവില്ലാതെ കുറേ ദിവസം കൂടിയിരുന്ന് സമുദ്രം ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ഒരു മദർ ആയതിനു ശേഷം സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ഉറക്കം കിട്ടിയിട്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം ദിവസങ്ങളാണ്. അമ്മമാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്ന് അങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ. എൻ്റെ കൂടെ സമുദ്രം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് പുതിയതൊക്കെ ഇടിയിച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ് യോഗ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവളെ ആരെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അവളെയും കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ വീടിൻ്റെ ടെറസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റിലാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം. കാരണം കുഞ്ഞിനെ ഒന്ന് കൈമാറി എടുക്കാനായിട്ട് ആരുമില്ലാത്ത ഒരുപാട് അമ്മമാർ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവും. വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷേ ആരും ആ ഒരു മെൻറ്റാലിറ്റി കാണിക്കാത്തത് കൊണ്ട് കുഞ്ഞിനെ ഒന്ന് കൈമാറി എടുക്കാൻ പറ്റാത്ത അമ്മമാരും ഉണ്ടാവും. ഐ നോ യുവർ പെയിൻ. രാവിലെ എഴുന്നേൽക്കണം, ഫുഡ് ഉണ്ടാക്കണം, ഇതിന് മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ മറ്റ് കാര്യങ്ങൾ നോക്കണം, അതിനിടയിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം. ഐ നോ യു വിൽ ബിക്കം ടയേർഡ്, യു വിൽ ബി എക്സോസ്റ്റഡ്. അതിനിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ലോ മോർണിംഗ് തുടങ്ങാനോ ഒരു യോഗ ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ ഒന്നിനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇത് കാണുന്ന പുരുഷന്മാരോടാണ്. നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യപ്പെട്ട് കാണുന്ന ഒരു ഭാര്യയോ അമ്മയോ സഹോദരിയോ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവർ അന്നത്തെ ഒരു ദിവസം എത്ര ഹാപ്പി ആയിരിക്കും. അതുപോലെ കണ്ട പോലെ ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഈ യോഗ ചെയ്യുന്നതിനിടയ്ക്ക് സമുദ്രം കുറേ വട്ടം വയലൻ്റ് ആവുന്ന എനിക്ക് താഴ്ന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യോഗയൊക്കെ കഴിഞ്ഞത് ഞാൻ താഴേക്ക് പോവാണ്. താഴെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചത് ഇതാണ്. ആൾ ഇത്തിരി ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്കിപ്പോഴേ അതിന് സമയം കിട്ടുള്ളൂ, പിന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇതാണ് ഞാൻ എന്നും രാവിലെ ജേണൽ ചെയ്യാറുണ്ട്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ തോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടും ഞാനൊരു ജേണൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജേണൽ. ഞാൻ ഓൺലൈനിൽ കുറേ തപ്പി, എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. എന്നാൽ പിന്നെ സമുദ്ര വയലൻ്റ് ആവുന്നതിന് മുമ്പ് ഞാനങ്ങോട്ട് ബൈ.